പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെങ്കിലും കമൻസിലൂടെ കമൻറ്റ് ചെയ്യാനും അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അധ്യായം 336. ഗീതാമ്മയോട് തർക്കിച്ചു നിൽക്കാൻ നീലിമക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അതിനാൽ അവൾ അവിടെ നിന്നും പോവാൻ തയ്യാറെടുത്തു. ഗീതാമ്മ ദേഷ്യം കൊണ്ട് വിറച്ചു. പക്ഷേ അവർക്ക് എന്ത് പറയണമെന്നൊന്നും അറിയില്ലായിരുന്നു. അവരുടെ കണ്ണുകളിൽ നീലിമയോടുള്ള വെറുപ്പും ഇഷ്ടക്കേടും നിറഞ്ഞു. അവർ അമർഷത്തോടെ സോഫയിൽ ഇരിപ്പുറപ്പിച്ചു. ഒപ്പം അവളോടുള്ള ദേഷ്യവും സ്വന്തം മനസ്സിൽ തന്നെ തീർത്തുകൊണ്ടിരുന്നു. സമയം കടന്നു പോകുന്നതൊന്നും തന്നെ അവർ അറിഞ്ഞിരുന്നില്ല. രാത്രിയായപ്പോഴേക്കും മല്ലികാമ്മ ഗീതാമ്മക്ക് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും ഡൈനിങ് ടേബിളിൽ തന്നെ നിരത്തിയിരുന്നു. അവരെ സന്തോഷിപ്പിക്കാൻ മല്ലികാമ്മ വളരെയധികം പരിശ്രമിച്ചു. പിന്നെ വേഗത്തിൽ ഗീതാമ്മയുടെ അപ്പുറത്തേക്ക് മാറി നിന്നു. മാഡം, ഭക്ഷണമൊക്കെ റെഡിയായിട്ടുണ്ട്, അവർ ഭവ്യതയോടെ പറഞ്ഞു. ദേഷ്യം കൊണ്ട് അവർക്ക് വിശപ്പ് കെട്ടിരുന്നു. എങ്കിലും എന്തോ ചിന്തയോടെ ഡൈനിങ് ടേബിളിൽ പോയിരുന്നു. സിദ്ധു എവിടെ? അവൻ ഇതുവരെ എത്തിയില്ലേ? ഗീതാമ്മ ഗൗരവത്തിൽ അന്വേഷിച്ചു. മാഡം, ഞാൻ വിളിച്ചിരുന്നു. ഇന്ന് ഓവർ ടൈം ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാഡത്തിനോട് കാത്തിരിക്കേണ്ട, ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. മല്ലിക വീണ്ടും ഭവ്യതയോടെ മറുപടി നൽകി. ഇത് കേട്ടപ്പോൾ ഗീതാമ്മക്ക് വിഷമം തോന്നി. മകൻ ഇപ്പോൾ ബിസിനസ്സിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാം ആ നീലിമ കാരണം. അവൾ അവന്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണല്ലോ കമ്പനിയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നത്. അത് ആലോചിക്കവേ നീലിമയോടുള്ള അവരുടെ നീരസം പിന്നെയും ഇരട്ടിച്ചുകൊണ്ടിരുന്നു. നീലിമ, അവൾ എവിടെ? എന്താ ഇത്ര നേരമായിട്ടും ഭക്ഷണം കഴിക്കാൻ വരാത്തത്? ഗീത മല്ലികയെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു. ഇപ്പോൾ തന്റെ ഉള്ളിലുള്ള അമർഷം മുഴുവൻ അവളിൽ തീർക്കാൻ ഗീതാമ്മ തീരുമാനിച്ചിരുന്നു. മാഡം, ഞാൻ നീലിമയെ പോയി വിളിച്ചിരുന്നു. ആ കുട്ടി ജോലി സ്ഥലത്ത് നിന്നും ഭക്ഷണം കഴിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ നല്ല ക്ഷീണമുണ്ട്, റെസ്റ്റ് എടുക്കണമെന്നും പറഞ്ഞു. അതുകൊണ്ട് മാഡം കഴിച്ചോളൂ, മല്ലികാമ്മ സത്യസന്ധമായി തന്നെ ഉത്തരം നൽകി. നീലിമ തന്നെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്ന് ഗീതാമ്മക്ക് മനസ്സിലായിരുന്നു. അതവരെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാ, അവൾ ഗർഭിണിയാണ്. തന്റെ പേരക്കുട്ടിയാണ് അവളുടെ വയറ്റിൽ ചുമക്കുന്നത്. അവളോട് വെറുപ്പുണ്ട് എങ്കിലും അവളെ ഉപദ്രവിക്കാൻ ഗീതാമ്മ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ നീലിമയെ കൺമുന്നിൽ കണ്ടാൽ തനിക്ക് മര്യാദക്ക് പെന്മാറാനും കഴിയില്ല. ആ ചിന്തയിൽ ഗീതാമ്മ മല്ലികയെ നോക്കി. ഞാൻ ഒന്നും ചോദിച്ചില്ല. അവൾ അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ. കൺമുന്നിൽ കണ്ട ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും. അതിലും ഭേദം ഇത് തന്നെയാണ്, ഗീതാമ്മ പറഞ്ഞു. മല്ലികാമ്മ അനുസരണയോടെ തലയാട്ടി. അതേസമയം അവർക്ക് നല്ലതുപോലെ വിഷമമുണ്ടായിരുന്നു. തനിക്കറിയാവുന്ന മാഡം ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നല്ലൊരു സ്ത്രീയായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നീലിമയെ പോലൊരു പെൺകുട്ടിയെ അവർ ഇത്രമാത്രം വെറുക്കുന്നത്? മകനെ സ്നേഹിച്ചു എന്നല്ലാതെ മറ്റൊരു കുറ്റവും അവൾ ചെയ്തിട്ടുമില്ല. എന്നിട്ടും ഓരോ തവണയും അവളോട് ക്രൂരമായി പെരുമാറാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു? ശരിയാണ്, നീലിമയുടെ കുടുംബം വിശ്വ ഫാമിലിയുടെ 7 അയലത്ത് പോലും വരില്ല. പക്ഷേ നീലിമ, അവൾ ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ്. അവളെ അടുത്തറിഞ്ഞാൽ ആർക്കും അവളെ ഇഷ്ടമാവും. അതിനേക്കാളേറെ സിദ്ധാർത്ഥ് നീലിമയോട് പെരുമാറിയതുപോലെ തന്നെ മറ്റൊരു സ്ത്രീയോടും പെരുമാറിയിട്ടില്ല. അവളെ അവൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു. വെറുതെ തർക്കിച്ച് തെറ്റ് കണ്ടെത്തുന്നതിന് പകരം മാഡം എന്തുകൊണ്ട് അവരെ സഹായിച്ചില്ല? ചിന്തകൾ കൊണ്ടും ചോദ്യങ്ങൾ കൊണ്ടും മല്ലികാമ്മ ഏറെ അസ്വസ്ഥയായി. വൈകാതെ നീലിമയെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കട്ടെ, നീലിമയെ മരുമകളായി സ്വീകരിക്കട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഇതേ സമയം നീലിമ അശ്വിനെ പഠിപ്പിക്കാൻ സഹായിക്കുകയാണ്. അപ്പോഴും അവളുടെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. നേരത്തെ മല്ലികാമ്മ ഭക്ഷണം കഴിക്കാമെന്ന് വിളിച്ചതാണ്. വിശപ്പില്ലാത്തതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചതെന്ന് പറഞ്ഞത്. അവളില്ലാതെ ഭക്ഷണം കഴിക്കാൻ അശ്വിനും ആഗ്രഹമില്ലായിരുന്നു. സ്വന്തം കാര്യത്തിൽ നീലിമയ്ക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല. പക്ഷേ തനിക്ക് വേണ്ടി മകൻ കൂടി അത്താഴപ്പട്ടിണി കിടക്കുകയാണല്ലോ. അതാലോചിച്ചപ്പോൾ അവളുടെ മനസ്സിൽ കുറ്റബോധം തോന്നി. അശ്വിൻ അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചിരുന്നു. അമ്മയുടെ വിഷമത്തിന് കാരണം അവന് മനസ്സിലായി. അമ്മക്ക് ഞാനും എനിക്ക് അമ്മയുമുണ്ടല്ലോ. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഡാഡിയുമുണ്ട്. പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? രാത്രിയിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അശ്വിൻ പറഞ്ഞതും നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വേഗം മകനെ കെട്ടിപ്പിടിച്ചു. താങ്ക് യു അച്ചു, നിന്നെ എൻ്റെ മകനായി കിട്ടിയത് ശരിക്കും എൻ്റെ ഭാഗ്യമാണ്. അതും പറഞ്ഞ് അവൾ അവന്റെ കവിളിൽ ഉമ്മ വെച്ചു. ഗൗരവത്തോടെ അശ്വിൻ അവളെ നോക്കി. അത് കണ്ട് മകനെ ചിരിപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്തു പറഞ്ഞിട്ടും ബലം പിടിച്ചിരിക്കുന്ന മകനെ അവൾ ഇക്കിളിപ്പെടുത്തി. അവൻ സഹിക്കാനാവാതെ ഉറക്കെ ചിരിച്ചുപോയി. ഇത് ചീറ്റിംഗ് ആണമ്മേ, ശരിക്കും ചീറ്റിംഗ് ആണ്. അതിനിടയിൽ അവൾ പരിഭവത്തോടെ പറഞ്ഞു. എന്നിട്ടും നീലിമ നിർത്തിയില്ല. അതിനിടയിൽ അവന്റെ വയറ്റിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. നീലിമ അവളുടെ പ്രവർത്തനം നിർത്തി. ഒപ്പം ഞെട്ടലോടെ അശ്വിനെ നോക്കി. മോൻ ഇതുവരെ ശരിക്കും വിശക്കുന്നുണ്ടോ? അവൾ വിഷമത്തോടെ ചോദിച്ചു. ഏയ് ഇല്ലമ്മേ, എനിക്ക് വിശക്കുന്നില്ല. അവളുടെ സങ്കടം കണ്ട് അശ്വിൻ തിടുക്കത്തിൽ പറഞ്ഞു. അത് കള്ളമാണെന്ന് അവൾക്ക് മനസ്സിലായി.
സാധാരണ ഇപ്പോൾ അവന്റെ ഡിന്നർ സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവന് വിശക്കുന്നുണ്ടാവും. ഗീതാമ്മയെ നേരിടാനുള്ള ഭയം കൊണ്ട് മകനെ പട്ടിണിക്കിടുന്നത് ശരിയല്ല എന്ന് അവൾക്ക് തോന്നി. അവളുടെ മുഖം ഗൗരവത്തിലായി. സോറി മോനെ, അമ്മ മോനെ കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാൻ കേട്ടോ. അതുവരെ നീ ഈ പുസ്തകം വായിച്ചിരിക്ക്. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റു പോവാൻ ഒരുങ്ങി. അമ്മേ, സത്യമായിട്ടും എനിക്കിപ്പോൾ വിശക്കുന്നില്ല. ഡാഡി വരട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം. അശ്വിൻ പെട്ടെന്നെ പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അത് കുഴപ്പമില്ല അച്ചു, അമ്മ മോനുള്ള ഫുഡ് എടുത്തിട്ട് വരാം. കുറച്ച് കഴിച്ചോ, പിന്നെ ഡാഡി വന്നിട്ട് വേണമെങ്കിൽ വീണ്ടും കഴിക്കാലോ. നീലിമ സ്നേഹത്തോടെ മകനോട് പറഞ്ഞു. പിന്നെ അവിടെ നിന്നും ഇറങ്ങി റൂമിലേക്ക് പോയി. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് താഴേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ അവിടെ ഗീത ഉണ്ടാകുമോ എന്നവൾ ചിന്തിച്ചു. വെറുതെ വഴക്കുകൂടാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. ഭക്ഷണം മല്ലികാമ്മയോട് മുകളിലേക്ക് എത്തിക്കാൻ പറഞ്ഞാൽ അത് വേറെ പ്രശ്നമാവും. അതുകൊണ്ട് അവൾ റൂമിൽ കയറി ബാഗിൽ നിന്നും പൈസ എടുത്തു. പിന്നെ അശ്വിനോട് പുറത്തുനിന്നും ഭക്ഷണം വാങ്ങി കൊണ്ടുവരാമെന്നും പറഞ്ഞു. അവനും കൂടെ ചെല്ലാമെന്ന് വാശി പിടിച്ചിരുന്നു. പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ അവൾ സമ്മതിച്ചില്ല. വേഗം തിരികെ എത്താമെന്ന് നീലിമ അവന് വാക്ക് നൽകി. പിന്നെ ടെറസിൽ നിന്നും സ്റ്റെയർ വഴി പുറത്തേക്ക് ഇറങ്ങി. നീലിമ ഫോൺ എടുക്കാൻ വിട്ടുപോയിരുന്നു. പക്ഷേ അതിനെപ്പറ്റി അവൾ അന്നേരം ചിന്തിച്ചില്ല. നേരെ റോഡിലേക്ക് ഇറങ്ങി നടന്നു. അച്ചുവിന് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണം, അതായിരുന്നു അവളുടെ ലക്ഷ്യം. സമയം വൈകിയതുകൊണ്ട് മുന്നിലുള്ള കടകളൊക്കെ അടച്ചിരുന്നു. അതുകൊണ്ട് അവൾ വീണ്ടും മുന്നോട്ടു പോവാൻ തന്നെ തീരുമാനിച്ചു. ഇരുട്ട് പടർന്ന അന്തരീക്ഷത്തിൽ ഒറ്റക്ക് നടക്കാൻ അവൾക്കൊരു അല്പം ഭയമൊക്കെ തോന്നിയിരുന്നു. അവൾക്ക് ആ സമയം ഗീതാമ്മയുടെ പ്രവൃത്തികളൊക്കെ ഓർമ്മ വന്നു. അവർ വരുന്ന ദിവസങ്ങളിൽ എല്ലാം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവരുടെ കുറ്റപ്പെടുത്തലുകൾ അവളുടെ മനസ്സിൽ മടുപ്പ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഗർഭിണിയായതുകൊണ്ട് തന്നെ വിഷമങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് അവളുടെ മനസ്സിനെ ബാധിക്കുമായിരുന്നു. അതിനാൽ സങ്കടവും ദേഷ്യവും അവൾക്ക് പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇടയ്ക്ക് ചെറിയൊരു തട്ടുകടയുടെ മുന്നിലെത്തി. അവിടെ അശ്വിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അവൻ ശ്രദ്ധിച്ചിരുന്നു. അത് വാങ്ങി അവൾ തിരികെ നടക്കാനൊരുങ്ങി. അപ്പോഴാണ് നിൽക്കുന്ന ചുറ്റുപാടിനെ പറ്റിയിട്ട് അവൾക്ക് ബോധം വന്നത്. വീട്ടിൽ നിന്നും ഒരുപാട് ദൂരം സഞ്ചരിച്ചെത്തിയിട്ടുണ്ട്. രാത്രി ഒരുപാട് വൈകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എവിടെയാണ് ഉള്ളതെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ലൊക്കേഷൻ ട്രേസ് ചെയ്യാനായി അവൾ പോക്കറ്റിൽ നിന്ന് മൊബൈൽ തപ്പി. അപ്പോഴാണ് ഫോണും എടുത്തിട്ടില്ല എന്ന് അവൾക്ക് ഓർമ്മ വന്നത്. ചെറിയൊരു പേടി കുടുങ്ങിയെങ്കിലും അവൾ ഏകദേശം രൂപം വെച്ച് മുന്നോട്ട് നടന്നു. ഇടയ്ക്ക് കണ്ടവരോട് സിദ്ധാർത്ഥിന്റെ വീടിന്റെ ലൊക്കേഷൻ ചോദിച്ചു. പക്ഷേ അവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ല. സിദ്ധാർത്ഥ് വളരെയധികം പ്രൈവസി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് മലയോര മേഖലയിൽ തന്നെ വീട് വെച്ചത്. കൂടാതെ പുറത്തു നിന്നുള്ള ആളുകൾ അത് അവന്റെ വീടാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്നു. വീട്ടിലേക്ക് പോവാനുള്ള വഴിയെപ്പറ്റി അവൾക്ക് യാതൊരു ഐഡിയയും കിട്ടിയിരുന്നില്ല. ഓരോന്ന് ചിന്തിച്ച് നടന്നതുകൊണ്ട് തന്നെ കടന്നു വന്ന വഴികളും അവൾ ശ്രദ്ധിച്ചില്ല. അവളുടെ വിഡ്ഢിത്തരത്തെ അവൾ സ്വയം പഴിച്ചു. നീലിമക്ക് ഭയം തോന്നി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല എങ്കിലും അവൾ മുന്നോട്ട് നടന്നു. പക്ഷേ വീടിന്റെ ദൂരം ദൃശ്യം പോലും കാണുന്നില്ല. വഴി തെറ്റിയോ എന്നവൾ സംശയിച്ചു. പകലായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. അവളിൽ ഉത്കണ്ഠ നിറഞ്ഞു. വീട്ടിലെത്താൻ വൈകിയാൽ അച്ചു പേടിക്കില്ലേ? സിദ്ധു എന്നെ കണ്ടില്ലെങ്കിൽ അവനും ടെൻഷനാവും. മാഡം പിന്നെ ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയെന്നും കരുതും. അവർക്ക് അത്രയും സമാധാനം. അവൾ അങ്ങനെ ഓരോന്നും പറഞ്ഞ് പിറുപിറുത്തു. ആ സമയം അവൾ തീർത്തും നിസ്സഹായത തോന്നി. അവൾ വീണ്ടും ചുറ്റുപാടുകളെല്ലാം നോക്കി. തീർത്തും ഇരുട്ട് മൂടിയ വിജനമായ അന്തരീക്ഷം അവളെ ഭീതി പടർത്തി. എന്റെ ദൈവമേ, ഞാൻ ഇത് എവിടെയാണ്? ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. ഈ സിദ്ധുവിന് കാട്ടുമുക്കിലല്ലാതെ വേറെ എവിടെയും ഈ വീട് വെക്കാൻ കിട്ടിയില്ലേ? അവൾ സങ്കടം കൊണ്ട് പറഞ്ഞു. ഇടയ്ക്ക് അവിടെയുള്ള മലഞ്ചെരുവിൽ നിന്നും ഒരു വന്യമൃഗത്തിന്റെ ക്രൂരമായ അലർച്ച അവൾ കേട്ടു. അയ്യോ, ചെന്നായ! അവൾ പേടിയോടെ പുലമ്പി. മലനിരകൾക്ക് താഴെയായിട്ടാണ് സിദ്ധാർത്ഥ വീട് വെച്ചിരിക്കുന്നത്. ചെന്നായകളുടെ ശബ്ദം അവൾ പലപ്പോഴും കേട്ടിരുന്നു. നീലിമ വേഗത്തിൽ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അടിവയറ്റിൽ ചെറിയൊരു വേദന തോന്നി തുടങ്ങിയപ്പോൾ കുഞ്ഞിനെ ഓർത്ത് മനസ്സിൽ ആദ്യം നിറഞ്ഞു. അതുകൂടാതെ വീണ്ടും നടത്തം ആരംഭിച്ചു. ചുറ്റുപാടുകൾ ശ്രദ്ധിച്ചപ്പോൾ വഴി തെറ്റിയെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ചെറിയ കടകൾ അവൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന ഇടം തീർത്തും പ്രാന്തപ്രദേശമാണ്. വീടുകൾ പോയിട്ട് ഒരൊറ്റ മനുഷ്യനെ പോലും അവൾക്ക് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്റെ ദൈവങ്ങളെ, ഞാൻ എങ്ങനെ ഇനി വീട്ടിലേക്കെത്തും? ഈ സ്ഥലം ഏതാണെന്ന് പോലും മനസ്സിലാവുന്നില്ലല്ലോ. അവൾ കരയും പോലെ സ്വയം പറഞ്ഞു. അവൾക്ക് നല്ലപോലെ ക്ഷീണം തോന്നി തുടങ്ങിയിരുന്നു. അവൾ ഒരു ചെറിയ പാറയിലേക്ക് ചാഞ്ഞു നിന്ന് കിതച്ചു. സിദ്ധാർത്ഥ് തന്നെ തേടി വന്നിരുന്നുവെങ്കിൽ അവൾ അത് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു. പക്ഷേ അവളുടെ ധൈര്യം ഊനമായി നഷ്ടമാവുകയായിരുന്നു. ഇല്ല, സിദ്ധു വരും, സിദ്ധു വരും. ആ സമയം അവൾ പുലമ്പി. ഒപ്പം സ്വയം ശാന്തയാവാനും ആശ്വസിപ്പിക്കാനും ശ്രമിച്ചു. അത്തരം ഒരു അന്തരീക്ഷത്തിൽ അവളുടെ മനസ്സ് കലുഷിതമായിരുന്നു. ഒറ്റക്കായിരിക്കുമ്പോൾ ചിന്തകൾ കാടുകയറുമെന്ന് പറയുന്നത് വെറുതെയല്ല. നീലിമ അവൾ അഭിമുഖീകരിച്ച ഓരോ കാര്യത്തെക്കുറിച്ചും അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഓർത്തു. ഇന്ന് ഗീതാമ്മ പറഞ്ഞ കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. ഹൃദയത്തിൽ ആവലാതികൾ എല്ലാം ഭയമായി മാറി.
നിരാശയും നിസ്സഹായതയും അവളെ കീഴ്പ്പെടുത്തി. എന്തൊക്കെ സംഭവിച്ചാലും തളരില്ല എന്ന് അവൾ സിദ്ധാർത്ഥിന് പലപ്പോഴും വാക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് അവൾ പരമാവധി തന്നെ പിടിച്ചു നിന്നു. പക്ഷേ ഒടുക്കം അവൾ കരഞ്ഞുപോയി. അത്രമേൽ ദൈന്യത അവളെ കീഴടക്കിയിരുന്നു. എങ്കിലും സിദ്ധാർത്ഥ് തേടി വന്നാൽ കാണും വിധം നിൽക്കാൻ അവൾ ശ്രദ്ധിച്ചു. ഇതേ സമയം സിദ്ധാർത്ഥിന്റെ വീട്ടിൽ അശ്വിൻ അമ്മ ഭക്ഷണം കൊണ്ടുവരുന്നതിനായി കാത്തിരുന്നു. ഇപ്പോൾ തന്നെ കുറേ നേരമായി. പക്ഷേ നീലിമ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അവൻ വിഷമത്തോടെ സ്റ്റെയർ വഴി താഴേക്ക് വന്നു. ലിവിംഗ് റൂമിൽ ഗീതാമ്മ ഇരിക്കുന്നുണ്ട്. അവരെ കണ്ട് അവന് പേടിയും മടിയും തോന്നി. എങ്കിലും അവരെ കടന്നു പോവാൻ തന്നെ അവൻ തീരുമാനിച്ചു. കാലടികളുടെ ശബ്ദം കേട്ട് അപ്പോഴേക്കും ഗീതാമ്മ മുഖമുയർത്തി. ചെറിയൊരു ആശങ്കയോടെ നിൽക്കുന്ന അശ്വിനെ കണ്ടവർ ഞെട്ടി. അശ്വിൻ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഗീതാമ്മ ഗൗരവത്തിൽ അന്വേഷിച്ചു. നീലിമയുടെ മകനായതുകൊണ്ട് മാത്രം അവർക്ക് അവനെ ഇഷ്ടമായിരുന്നില്ല. എങ്കിലും ചെറിയൊരു വാത്സല്യമൊക്കെ ആ കുഞ്ഞുമുഖം കാണുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നാറുണ്ട്. പതിയെ ഗീതാമ്മയുടെ മുഖത്ത് ശാന്തത നിറഞ്ഞു. അത് കണ്ട് അശ്വിൻ അവരുടെ അരികിലായി വന്നിരുന്നു. പിന്നെ ഗീതാമ്മയുടെ ഫോണിലേക്കും അവരെയും അവൻ കള്ളച്ചിരിയോടെ നോക്കി. ഫോണിൽ കളിക്കാൻ വേണ്ടിയാണ് ഈ നോട്ടം എന്ന് അവർക്ക് തോന്നിയിരുന്നു. കളിച്ചോ. അവർ അശ്വിന് അനുവാദം നൽകി. അവൻ തിടുക്കത്തിൽ ഫോണ് കയ്യിലെടുത്തു. പിന്നെ നമ്പർ ഡയൽ ചെയ്യാനുള്ള ഓപ്ഷൻ തിരയുകയും ചെയ്തു. ഗീതാമ്മയ്ക്ക് എന്തോ സംശയം തോന്നി. അശ്വിൻ നീലിമയുടെ ശിക്ഷണത്തിൽ വളർന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് അവളിലെ തന്ത്രമെല്ലാം തന്നെ ആ കുട്ടിയിലേക്ക് പകർന്നു കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പ്രശ്നം നീലിമ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവും. അശ്വിൻ അത് സിദ്ധാർത്ഥിനെ അറിയിച്ചാൽ തീർച്ചയായിട്ടും അതവൻ വിശ്വസിക്കും. കുഞ്ഞു മനസ്സിൽ കള്ളമില്ല എന്നല്ലേ പറയാ. അവർ അങ്ങനെ ആവശ്യമില്ലാത്തതെല്ലാം തന്നെ ചിന്തിച്ചു കൂട്ടി. അവന്റെ പ്രവൃത്തി ഗീതാമ്മയിൽ പരിഭ്രാന്തി ഉണ്ടാക്കി. അച്ചു, നീ ഫോണിൽ ആരെയാ വിളിക്കാൻ പോകുന്നത്? ഹേ, അവർ ഗൗരവത്തോടെ പെട്ടെന്ന് ചോദിച്ചു. ഇത് കേട്ടതോടുകൂടി തന്നെ അവൻ ഞെട്ടിമുഖമുയർത്തി. ആ ഫോൺ അങ്ങ് കൊടുത്തേ. പഠിക്കേണ്ട പ്രായത്തിൽ ഫോണ് കളിക്കുന്നോ? അവർ കനത്ത സ്വരത്തിൽ അവനെ ശാസിച്ചു. ഒപ്പം ഫോണിന് നേരെ കൈ നീട്ടി. അത് പിന്നെ മാഡം, ഒരു മിനിറ്റ്, എനിക്കൊന്ന് ഫോൺ വിളിക്കണം, അവൻ പറഞ്ഞു. അമ്മയെ വീട്ടിൽ എവിടെയും കാണാനില്ലെന്ന് ഗീതാമ്മയോട് പറയാൻ അവന് തോന്നിയില്ല. അങ്ങനെ ചെയ്താൽ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ എന്ന് അവൻ കരുതി. അനുവാദമില്ലാതെ പുറത്തു പോയി എന്ന് പറഞ്ഞ് അമ്മയെ ശിക്ഷിച്ചാലോ എന്നും അവൻ ഭയപ്പെട്ടു. ഗീതാമ്മയാണെങ്കിൽ അവന് മുൻപിൽ വഴങ്ങിയില്ല. അവന് ശരിക്കും അവർക്ക് സംശയമായിരുന്നു. ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ നോക്കച്ചു. ആ ഫോൺ ഇങ്ങത്താ, എന്നിട്ട് പോയിരുന്ന് പഠിക്കാൻ നോക്കിയേ. പറയുന്നതിനൊപ്പം തന്നെ ഗീതാമ്മ ആ ഫോൺ അവന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് വാങ്ങിച്ചു. അവന് വിഷമം തോന്നി. ഫോണിനായി അവരോട് യാചിക്കാൻ തോന്നി. പക്ഷേ ആ കുഞ്ഞു പ്രായത്തിലും അവന് അഭിമാനം വലുതായിരുന്നു. അതിന്റെ ധാർഷ്ട്യം അവന്റെ മുഖത്ത് നിറഞ്ഞു നിന്നു. കൈ കെട്ടി ശാഠ്യത്തോടെ തന്നെ അവൻ അവരെ നോക്കി. അവന്റെ ഈ പ്രവൃത്തി ഗീതാമ്മയെ കൂടുതൽ പ്രകോപിതയാക്കി. എങ്കിലും മറ്റൊരു കാര്യം കൂടി അവർ ആ സമയം ശ്രദ്ധിച്ചിരുന്നു. അവന്റെ ഈ ഭാവം ശരിക്കും സിദ്ധാർത്ഥിനോട് വളരെയധികം സാമ്യമുള്ളതായിരുന്നു. ചെറുപ്പത്തിൽ സിദ്ധാർത്ഥിനെ ശാസിക്കുമ്പോൾ അവനും ഇതുപോലെ ശാഠ്യത്തോടെ നോക്കി നിൽക്കും. ഈ കുഞ്ഞിന്റെ സുന്ദരമായ മുഖം ശരിക്കും സിദ്ധാർത്ഥിനെ പോലെ തന്നെയാണ്. ഇനി ഇവൻ സിദ്ധുവിന്റെ കുഞ്ഞു തന്നെയായിരിക്കുമോ? അവരുടെ ഉള്ളിൽ ആ സംശയം നിറഞ്ഞു. ഹൃദയം വിറച്ചു. ഏയ്, അതിന് ചാൻസ് ഇല്ല. ആ കാര്യം സിദ്ധു തന്നെ പറഞ്ഞിട്ടില്ലേ? പിന്നെ 5 വർഷങ്ങൾക്ക് മുൻപ് അവൻ എങ്ങനെയുള്ള ബന്ധമുള്ളതായിട്ടൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അവർ സ്വയം ബോധിപ്പിച്ചു. ഇവൻ ആ നീലിമയുടെ മാത്രം മകനാണ്. അച്ഛൻ ആരാണെന്ന് പോലും അറിയാത്തവൻ. എന്നിട്ട് എൻ്റെ മകനെ കയറിയിട്ട് അവൻ ഡാഡി എന്ന് വിളിക്കുന്നു. അവരുടെ ഉള്ളം പുകഞ്ഞു. മുഖം കൂടുതൽ വികൃതമായി. മര്യാദക്ക് എൻ്റെ മുന്നിൽ നിന്നും പോയിക്കൊള്ളണം ചക്ക, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. അവർ അവനെ നോക്കി ദേഷ്യം കൊണ്ട് അലറി. അശ്വിന് നല്ല സങ്കടം തോന്നി. ഒപ്പം ഗീതാമ്മയോടുള്ള നീരസവും അവന് പ്രകടമായിരുന്നു. എന്നിട്ടും അവന് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. ഗീതാമ്മ ഫോൺ തരില്ല എന്ന് അവന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ദേഷ്യത്തോട് അവിടെ നിന്നും പോയി. മല്ലികാമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവരോട് ഫോൺ വാങ്ങാമെന്ന് അവൻ കരുതി. പക്ഷേ അവരെയും അവൻ അവിടെയൊന്നും കണ്ടില്ല. അവൻ റൂമിലേക്ക് തിരികെ എത്തി. അമ്മ ഇതുവരെ തിരിച്ചു വരാത്തത് അവനെ നന്നായി വിഷമിപ്പിച്ചിരുന്നു. അവൾ എവിടെയാണെന്ന് കണ്ടെത്താൻ അവന് മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് സിദ്ധാർത്ഥ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവൻ കാത്തിരുന്നു. അമ്മയെക്കുറിച്ച് ആലോചിച്ച് മനസ്സിൽ നിറഞ്ഞ അസ്വസ്ഥയോടെ തന്നെ അശ്വിൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. നെക്സ്റ്റ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കമ്മ്യൂണിറ്റി പോസ്റ്റ് എടുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.